ഐതിഹാസികമായ കമ്മ്യൂണിസ്റ്റ് സമര പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയും നായകനും മുൻ മുഖ്യമന്ത്രിയുമായ സഖാവ് VS അച്യുതാനന്ദൻ്റെ 1-ാം ചരമവാർഷികം ജൂലൈ 21 ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് റാന്നി ഇട്ടിയപ്പാറയിൽ നിരവധി സഖാക്കളുടെയും പ്രവർത്തകരുടെയും ആവേശോജ്വലമായ പങ്കാളിത്തത്തോടെ ആചരിച്ചു. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. നൂറുകണക്കിന് പോരാട്ടങ്ങൾ പുന്നപ്പറയിലെ സർസിപ്പിക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് സമാനമായ പോരാട്ടങ്ങൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ലെങ്കിലും കേരളത്തിലെ സമര മനസ്സുകളിൽ അഴിമതിക്കെതിരായും വർഗീയതയ്ക്കെതിരായിട്ടുമെല്ലാമുള്ള ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ ഏടുകൾ അത് VSന്റെ സമര പോരാട്ടങ്ങളുടെ ഏടുകളാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ കൈപിടിച്ചുയർത്തിയതിന്റെ മുമ്പിൽ സഖാ VS ആണ്. റാന്നി ഏരിയ സെക്രട്ടറി KP സുഭാഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അടൂർ ഏരിയ കമ്മിറ്റി അംഗം KB രാജശേഖരക്കുറുപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. VS ജീവിച്ചത്, VS പ്രവർത്തിച്ചത് തന്റെ സമൂഹത്തിലെ നാനാജാതി മതസ്ഥരായ ജനതയുടെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളിലേക്കും സങ്കടങ്ങളിലേക്കും സഹനങ്ങളിലേക്കുമുള്ള ഒരു മഹാ തീർത്ഥയാത്രയായാണ് VS കടന്നുപോയത്. അദ്ദേഹം ജനിക്കുകയും അദ്ദേഹം വളരുകയും ജീവിക്കുകയും ചെയ്ത കാലഘട്ടം ഒരുപക്ഷെ ഇങ്ങനെ നമുക്കെല്ലാവർക്കും ഒത്തുകൂടി ഇതുപോലെ ഇരുന്ന് പരസ്പരം സംവദിക്കാനും സംസാരിക്കാനും ആശയങ്ങൾ പങ്കുവെക്കാനും കഴിയാത്ത ഒരു കാലത്തായിരുന്നു 1920കളുടെ ആദ്യപാദത്തിൽ വേലിക്കകത്ത് ശങ്കരൻ മകൻ അച്യുതാനന്ദൻ എന്ന VS കേരളത്തിന്റെ മണ്ണിലേക്ക് പിറവി കൊണ്ടു. ആ കാലഘട്ടത്തെ കേരളം നന്നായി നിർണയിച്ചിട്ടുണ്ട്. ജാതി, ജന്മി, നാടുവാഴി, മേധാവിത്വത്താൽ അകപ്പെട്ട എല്ലാ മനുഷ്യാവകാശങ്ങളെയും അലിഖിതമായ ഒരു നിയമസംഹിതയുടെ കീഴിൽ കൊണ്ടുവന്ന സാമൂഹികമായി ജാതി, സാമ്പത്തികമായി ജന്മി, അധികാരപരമായി നാടുവാഴി, ഈ ജാതി ജന്മി നാടുവാഴിത്തത്തിന്റെ വ്യവസ്ഥതയുടെ നീരാളി പിടുത്തത്തിലേക്ക് ആണ്ടുകിടക്കുന്ന ഒരു ജനതയുടെ മുമ്പിലേക്കാണ് VS 16-ാം വയസ്സിൽ തന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമെന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തീജ്വാലയുടെ കൊടിയടയാളം നെഞ്ചോട് ചേർത്ത് പിടിക്കും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PR പ്രസാദ്, കോമളം അനിരുദ്ധൻ, ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് റോഷൻ റോയ് മാത്യു, പ്രസാദം ഭാസ്കരൻ, KK സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, റാന്നി.